2024 ലബനോനും സിറിയയും കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹായത് തഹ്രീർ അൽ-ഷാം എന്നറിയപ്പെടുന്ന സിറിയൻ വിമതരായ സുന്നി ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയ സംഘടന സിറിയൻ പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസാദിന്റെ ഭരണത്തെ അട്ടിമറിച്ച് രാജ്യത്തിന്റെ അധികാരം കവർന്നെടുത്തത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഹായത് തഹ്രീർ അൽ-ഷാം അനുഭാവികൾ ധാരാളമായുള്ള HTS സംഘടന അസാദ് ഭരണം അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ ക്രൈസ്തവ, ഡ്രൂസ്, ഷിയ, മുസ്ലിംസ് എന്നിവരടങ്ങുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലുള്ളവരെ കൂട്ടമായി കൊല ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ പീഡന മനോഭാവമാണ് രാജ്യത്തിന്റെ അധികാരം കൈയാളിയിട്ടും ഈ കൂട്ടർ ചെയ്യുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഭീകരസംഘടനയായ അൽ-ഖ്വയ്ദയുടെ മുൻകാല അംഗവും ഇപ്പോൾ സിറിയയുടെ പുതിയ പ്രസിഡന്റുമായ അഹമ്മദ് അൽ ഷാരയാണ് കലാപകാലത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടനയായ HTSനെ നേതൃസ്ഥാനത്തിരുന്ന് നയിച്ചിരുന്നത്. സിറിയൻ പൊളിറ്റിക്കൽ ഇസ്ലാം സംഘടനയായ HTS കൂടാതെ തുർക്കിയുടെ പിന്തുണയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും സേനാംഗങ്ങളും മറ്റ് സംഘടനകളും രാജ്യവ്യാപകമായി കൂട്ടക്കൊലകളും മതസ്വാതന്ത്ര്യത്തെ ഹനിക്കും വിധമുള്ള ആക്രമണങ്ങളും നടത്തിയവരും ഇപ്പോഴത്തെ അഹമ്മദ് അൽ ഷാരയുടെ ഭരണത്തിൽ ഉന്നത അധികാര സ്ഥാനമാനങ്ങൾ കയ്യേറിയിട്ടുണ്ട് എന്ന നിരീക്ഷണവും ഞെട്ടിപ്പിക്കുന്നതാണ്. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോഴത്തെ സിറിയൻ സർക്കാർ സിറിയയിൽ മതസ്വാതന്ത്ര്യം കൊണ്ടുവരുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതും വാർത്തയാണ്. US-ലെ ട്രംപ് ഭരണകൂടം പുതിയ സിറിയൻ നേതൃത്വവുമായി പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ചതും ഭീകര സംഘടനകളുടെ ലിസ്റ്റിൽ നിന്നും ഹയാത്ത് തഹ്രീർ അൽ-ഷാം സംഘടനയെ ഒഴിവാക്കിയതും അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയായിരുന്നു. അതേസമയം US-ലെ USCIRF സംഘടന സിറിയയിൽ മതസ്വാതന്ത്ര്യത്തിനെതിരായുള്ള നിയമങ്ങളും ആക്രമണങ്ങളും നിർത്തലാക്കുവാനുള്ള ആവശ്യം ശക്തമാക്കണമെന്ന് ഉന്നയിച്ച് ട്രംപ് ഭരണകൂടത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് സിറിയയിലെ പേരറിയപ്പെടാത്ത വിമത സംഘടന ലത്താക്കിയയിലെ അൽവൈറ്റ്സ് ന്യൂനപക്ഷ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരുടെ വീടുകൾ ആക്രമിച്ച് തീയിടുകയും 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ HTS അനുഭാവികൾ വീടുതോറും അന്വേഷണങ്ങൾ നടത്തി മെഡിറ്ററേനിയൻ തീരത്ത് ജീവിച്ചുവരുന്ന അൽവൈറ്റ് മുസ്ലിങ്ങളെ കൊന്നുകളയുകയും ചെയ്തിരുന്നു. കൂടാതെ ഏപ്രിൽ 2025 ദമാസ്കസ് പട്ടണ പ്രാന്തത്തിൽ 134 ഡ്രൂസ് ന്യൂനപക്ഷ മതവിഭാഗക്കാരെ ഇസ്ലാമിക് സേനാനികൾ കൊലപ്പെടുത്തിയതും ക്രൈസ്തവരുടെ ഭവനങ്ങൾ തിരഞ്ഞുപിടിച്ച് കൊള്ളയടിച്ചതും വാർത്തയായിരുന്നു. അതേസമയം ഇപ്പോഴുള്ള ഭരണക്രമത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ-ഖ്വയ്ദ ഭീകരവാദികളും ഉണ്ടെന്നത് ആശങ്ക ജനിപ്പിക്കുന്നതുമാണ്. സിറിയൻ ഇന്റലിജൻസ് ചീഫായിരിക്കുന്ന അനാസ് ഖത്താബ് അൽ-ഖ്വയ്ദയുടെ മുൻകാല അംഗമായിരുന്നു എന്നതും ഇപ്പോൾ സിറിയയിൽ ഉന്നത സൈനിക സ്ഥാനം ലഭിച്ചിരിക്കുന്ന അബു ഹത്തേം ഷാക്കുറ യസീദി സ്ത്രീകളെയും പെൺകുട്ടികളെയും ലൈംഗിക അടിമകളാക്കി മനുഷ്യക്കച്ചവടം നടത്തുന്നവരിലെ കണ്ണിയായിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മുസ്ലിം ഷിയ വിഭാഗക്കാരുടെ ആരാധന കേന്ദ്രം ആക്രമിക്കാനുള്ള IS അനുഭാവികളുടെ ഉദ്യമം ഇപ്പോഴുള്ള അൽ അഹമ്മദ് ഷാരയുടെ ഭരണകൂടമാണ് അട്ടിമറിച്ചതെന്നും 25 ക്രൈസ്തവർ കൊല്ലപ്പെട്ട ദമാസ്കസിലെ മാർ ഏലിയാസ് ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയത്തിലുണ്ടായ ബോംബാക്രമണത്തിന് പിന്നിൽ ഭീകര സംഘടനയായ IS അല്ലെന്നുമാണ് ഇപ്പോഴുള്ള സിറിയൻ സർക്കാർ പറയുന്നത്. എന്നാലും ക്രൈസ്തവർക്കും ഇതര ന്യൂനപക്ഷ മതസമൂഹങ്ങൾക്കുമെതിരായുള്ള ആക്രമണങ്ങളിൽ നിന്ന് സിറിയ ഇതുവരെയും വിമുക്തമായിട്ടില്ല എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. 70% സുന്നി മുസ്ലിങ്ങളും 12% ഇസ്ലാമിലെ അൽവൈറ്റ് വിഭാഗങ്ങളും 8% ക്രൈസ്തവരും 7% യഹൂദർ, ഡ്രൂക്സ് മതവിഭാഗങ്ങൾ ഉൾപ്പെടുന്ന സിറിയയിലെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നതിൽ 96% അൽവൈറ്റ് മുസ്ലിങ്ങളുമാണ്. 3% ക്രൈസ്തവരും ഈ പട്ടികയിൽ പെടുന്നുണ്ട്. അൽ-ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നീ ഭീകര സംഘടനകളിലെ അനുഭാവികളും അംഗങ്ങളും അരങ്ങുവാടുന്ന സിറിയൻ അട്ടിമറി ഭരണകൂടത്തിൽ നിന്ന് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന നിയമ നടപടികൾ പകൽക്കിനാവ് പോലെയായിരിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.